ഇത്രയും സുഖ സൗകര്യങ്ങൾ ജയിലിൽ കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് പുറത്ത് ജീവിക്കുന്നത്? ഇതുകൊണ്ടാണ് ജയിലിൽ പോകാൻ തിടുക്കം കാണിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ ജയിലിൽ എങ്ങനെ പോകാം? കൊലക്കുറ്റം, തല്ലിക്കൊല്ലുക. അപ്പോൾ ജയിലിലോട്ട് പോവുക. ജയിലിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. 3 നേരമാണ് ഫുഡ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ജയിലില് സുഖ സൗകര്യങ്ങൾ കൂടുതലാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ പ്രതിദിനം 3 നേരം ഊട്ടേണ്ടത് 1000-ഓളം തടവുകാരെയാണ്. 3 നേരത്തേക്ക് വേണ്ട പച്ചക്കറികൾ അരിയാൻ തന്നെ നല്ല അധ്വാനം വേണം. 35 തടവുകാരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിയമിച്ചാണ് ഇത് നടത്തിയിരുന്നത്. 1000 പേർക്കുള്ള സദ്യയുടെ ചിട്ടവട്ടങ്ങൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ജയിലിലെ അടുക്കളയുടെ പ്രാധാന്യം. തടവുകാരുടെ അധ്വാനം കുറയ്ക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ഹൈടെക് അടുക്കള നിർമ്മിച്ചത്. 1.5 കോടി രൂപയോളം ചെലവിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയത്. 50 കിലോ പച്ചക്കറികൾ അരിയാൻ പോലും ചുരുങ്ങിയ സമയം മതി. ചോറുണ്ടാക്കാനും പാത്രങ്ങൾ കഴുകാനും വെവ്വേറെ സംവിധാനങ്ങൾ. കേട്ടില്ലേ? ഇപ്പൊ പഞ്ചനക്ഷത്ര ഹോട്ടലായി മാറിക്കഴിഞ്ഞു ജയിലുകൾ, നമ്മുടെ കേരളത്തിലെ ജയിലുകൾ. ഇതിന് നന്ദി പറയേണ്ടത് ആർക്കാ? പിണറായി സർക്കാരിന് അല്ലേ? വെറുതെയല്ല കുറ്റവാളികൾ കൂടുന്നത്, വെറുതെയല്ല കൊലപാതകങ്ങൾ കൂടുന്നത്, വെറുതെയല്ല ബലാത്സംഗങ്ങൾ കൂടുന്നത്, വെറുതെയല്ല മാതാപിതാക്കളിനെ തല്ലിക്കൊല്ലുന്നത്. ഈ ഡ്രഗ്സ്, MDMA ഇതൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ കിട്ടുന്നത് എവിടെന്നാ? ഫസ്റ്റ് കിട്ടുന്നത് ജയിലിലോട്ടാണ് കിട്ടുന്നത്. പിന്നെ ഈ സിനിമ സൈറ്റുകളിൽ, ഈ സെറ്റുകളിൽ, സിനിമ സെറ്റുകളിൽ, ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ള അവിടെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. രാഷ്ട്രീയക്കാരന്റെ കളികളാണെന്ന് പറയാം. ഇതൊരാൾ പോലും മിണ്ടുന്നില്ലല്ലോ. ലഹരിനെ കുറിച്ച് നമ്മുടെ മോഹൻലാൽ സാറ് പറയുന്നുണ്ടാണ്, നർക്കോട്ടിക്സ് ഇസ് എ ഡെഡ്ലി ബിസിനസ്. ഡയലോഗ് കൊള്ളാം, നല്ലതാണ്. പക്ഷെ അവർക്കാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതില്ലാതെ അവർക്ക് ജീവിക്കാനേ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. ഫിലിം ഇൻഡസ്ട്രി ഫീൽഡിൽ ഉള്ള ആളുകൾക്ക് സോ സാഡ്. ഒരു കാര്യം പറയാം, വരും തലമുറ നശിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഞാൻ സിഗരറ്റ് വലിക്കും, കള്ളുപിടിക്കും, പക്ഷെ ഇമാതിരി മയക്കുമരുന്നുകൾ ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും. തടവുകാരുടെ കയ്യിൽ ലഹരി മരുന്ന് കൊടുത്തുവിടാനും നിർബന്ധിച്ചിരുന്നു. എന്റെ ഹസ്ബൻഡ് ജയിലിൽ കിടന്നിട്ട് പല പ്രതികൾ ഓരോ കോടതികളിൽ വരുമ്പം അവർക്ക് കഞ്ചാവ്, നൈട്രോസിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്, അങ്ങനെ പലതും ഏൽപ്പിക്കാൻ പറയും. ഇത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ജയിലിൽ വിളിച്ചിട്ട് ഭയങ്കര പ്രശ്നമാവും. ഇങ്ങനെ ശല്യങ്ങൾ തുടർന്നതോടെയാണ് ഭർത്താവ് അടക്കമുള്ള പ്രതികൾ ജയിലിൽ തുടരുന്ന സുഖവാസത്തിനെതിരെ പരാതിയുമായി. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ജയിലിലുള്ള സുഖ സൗകര്യങ്ങളാണ്. അത് ആദ്യം നിർത്തണം. സാർ പറഞ്ഞില്ലേ പണ്ടത്തെ ജയിലല്ല എന്ന്. പണ്ടത്തെ ജയിലായിരിക്കണം, പണ്ടത്തെ ഭക്ഷണ രീതി ആയിരിക്കണം. ഗോതമ്പുണ്ടയും കട്ടൻ ചായയും കടുക്കട്ട വെള്ളമില്ലേ അത് കൊടുക്കണം. നിങ്ങളൊക്കെ ജയില്, ഈ വിദേശ രാജ്യങ്ങളിലെ ജയിലിൽ പോയി കാണണം. അവിടെ ഒറ്റ പ്രാവശ്യം ജയിലിൽ പോകുള്ളൂ, അത് ശിക്ഷയാണ്. ജയിലിൽ പോകുമ്പോൾ അതൊരു ശിക്ഷാവിധിയാണ്. നമ്മൾ നരകത്തിൽ പോണ പോലെയാണ്. മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോയില്ലേ, ആ നരകമാണ്. അതാണ് ജയിൽ. തെറ്റ് ചെയ്തവൻ നരകം, നമ്മുടെ ഭൂമിയിലുള്ള നരകം ജയിലാണ്. ആ ഒരു ചിന്ത വേണം. അങ്ങനെ ആയിരിക്കണം ഭരണകൂടം ചെയ്യേണ്ടത്. പിന്നെ അവൻ നരകത്തിൽ നിന്ന്, ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പുതിയൊരു മനുഷ്യനായിരിക്കണം. തെറ്റ് ചെയ്യാൻ അവന് സാധിക്കില്ല. അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അതായിരിക്കണം ഗവൺമെന്റ് ചെയ്യേണ്ടത്. അല്ലാതെ സുഖ സൗകര്യങ്ങൾ ജയിൽ ഒരുക്കുകയല്ല വേണ്ടത്. പാത്രങ്ങൾ കഴുകിയ വെള്ളം ശുചീകരിച്ച് വീണ്ടും ഉപയോഗിക്കാൻ ജലശുദ്ധീകരണ പ്ലാന്റ്. പാചകം ചെയ്ത ഭക്ഷണ വിഭവങ്ങൾ വിവിധ ബ്ലോക്കുകളിൽ എത്തിക്കാൻ ബാറ്ററി കാറും സജ്ജമാണ്. പണ്ട് പറയുന്നത് പോലെ ഗോതമ്പുണ്ടെയും പിന്നെ ഈ ഭക്ഷണം തൂക്കിക്കൊണ്ടുപോകുന്നതാണ് ജയിലിന്റെ ഒരു ടാഗ് ലൈനായിട്ട് കൊടുക്കാറുണ്ടെങ്കിൽ അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. ജയിൽ പഴയ ജയിലല്ല. ആ സാർ പറയുന്നത് കേട്ടില്ലേ, പണ്ട് കൊടുത്തിരുന്ന ഗോതമ്പുണ്ടെയും തൂക്കിക്കൊണ്ടുപോകുന്ന ചോറുമൊക്കെ അങ്ങനെ ആയിരിക്കണം സാർ ഇന്നും വേണ്ടത്. നിങ്ങൾ ജയിലിൽ ഇതുപോലെ സുഖ സൗകര്യങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികൾ, ചില്ലി ചിക്കൻ, ഈ പുറത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഫുഡ് ജയിലിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാർ ഇപ്പോൾ കൂടുതലും കൊലക്കുറ്റങ്ങൾ ചെയ്തിട്ട് ജയിലിലോട്ട് വരുന്നത്. കാരണം ശിക്ഷയില്ല എന്ന് എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. നിങ്ങൾ ശിക്ഷ വിധിക്കുന്നില്ല. ഒരു തടവുകാരൻ, ഒരു കൊലപ്പുള്ളി വന്നു കഴിഞ്ഞാൽ, കൊല ചെയ്തിട്ടുള്ളൊരു ആള് വന്നാൽ കൊലപ്പുള്ളി എന്നാണ് പറയുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വൻ സ്വീകരണമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, നമ്മൾ കാണാറുണ്ടല്ലോ അല്ലേ. ജയിലിലോട്ട് പോകുമ്പോൾ സന്തോഷമായിട്ട് പോണത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മാനെ തല്ലിക്കൊന്നിട്ട് ജയിലിൽ പോണത് ഒരു പയ്യന്റെ വീഡിയോ കണ്ടതാണ്. ഇങ്ങനെ ആക്കിയിട്ടാണ് പോണത്. എവിടേക്കാണ് പോണത്? ജയിലിൽ. ഒരു കാര്യം മനസ്സിലാക്കാം, ജയിലിൽ പോകുക, ജയിലിൽ
കഴിയുക എന്ന് പറയുന്നത് പണ്ട് അന്ധകാരത്തിൽ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ജയിലിൽ പോകുമ്പോൾ അവൻ്റെ പകുതി ആയുസ് ജയിലിൽ തീർന്നു എന്നതാണ് പണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ടൂറ് പോണ പോലെയാണ് ജയിലിൽ പോകുന്നത്. പിന്നെ ജയിലിൽ പോയിട്ട് വരുമ്പോൾ ഒരു തെറ്റ് പോലും ചെയ്യാൻ ആ തടവുകാരന് സാധിക്കില്ലായിരുന്നു പണ്ട്. ഇപ്പോൾ ജയിലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ജയിലിൽ പോകാനുള്ള തിടുക്കം കാണിക്കുകയാണ്. കാരണം എന്താ? സുഖ സൗകര്യങ്ങൾ അതന്നെ, പുറത്ത് കിട്ടുന്നില്ല ഇത്രയും സുഖം. നമ്മൾ എല്ലാ കാര്യങ്ങളിലേക്കും ആധുനികവൽക്കരണം കൊണ്ടുവരുന്നു. അത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങൾ സർക്കാരിന് കൂടുതൽ ശ്രദ്ധയുണ്ട് താനും. ജയിലിലെ അടുക്കള ജോലികൾക്ക് ഇനി 35 തടവുകാർ വേണ്ട, 7 പേർ മതിയാകും. ഇവരെ മറ്റ് ജോലികളിലേക്ക് നിയോഗിക്കും. തടവുകാരുടെ വസ്ത്രങ്ങളും പുതുപ്പുകളും കഴുകാൻ ആധുനിക രീതിയിലുള്ള മെഷീനും സജ്ജമാണ്. പുറമേ നിന്നുള്ള വസ്ത്രങ്ങൾ അലക്കി തേച്ച് തിരിച്ചു നൽകാനുള്ള ഓർഡറുകളും അധികം വൈകാതെ ജയിലിൽ ഏർപ്പെടുത്തും. സെല്ലുകൾക്ക് മുന്നിൽ നല്ല മുന്തിരി കൃഷിയും തുടങ്ങിയിട്ടുണ്ട്. കീടനാശിനിയില്ലാത്ത മുന്തിരികളും കിട്ടും തടവുകാർക്ക്. സെൻട്രൽ ജയിലിലെ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ കൂടി പുതുക്കിപ്പണിതാൽ കെട്ടിലും മട്ടിലും നക്ഷത്ര ഹോട്ടലാകും ജയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഫോൺ വിളിച്ചും ഫേസ്ബുക്ക് ഉപയോഗിച്ചും തടവുകാരുടെ സുഖജീവിതം നിർബാധം തുടരുന്നു. കൊലക്കേസിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന ഭർത്താവ് തുടർച്ചയായി വിളിക്കാറുണ്ടെന്ന് ഭാര്യയുടെ വെളിപ്പെടുത്തൽ. ലഹരി എത്തിക്കാൻ നിർബന്ധിക്കുന്നതായും പരാതി. 500-ലേറെ മൊബൈൽ ജയിലിലുണ്ടെന്ന് മറ്റൊരു തടവുകാരനും മനോരമ ന്യൂസ് അന്വേഷണത്തിൽ വെളിപ്പെടുത്തി. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് ഫൈസൽ എന്ന പ്രതിയുടെ ഭാര്യയാണിത്. ഈ ഉച്ചയ്ക്ക് ഈ ഓഫീസിലിരുന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതിയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ്. ഹലോ, സബി എന്ന് പറയുന്ന ആളാ? ഞാൻ ഫൈസലിന്റെ വൈഫാണ്. ഉണ്ടോ, അടുത്തുണ്ടോ? മറ്റൊരു കൊലക്കേസ് പ്രതി സബിന്റേതാണ് നമ്പർ. ഫോൺ ഉപയോഗിക്കാൻ തടസ്സമില്ലെന്നും 150-ലേറെ പേരെ സ്ഥിരം വിളിക്കാറുണ്ടെന്നും സബിന്റെ വെളിപ്പെടുത്തൽ. ഞാനും ഇതുപോലെ ഒരുത്തനെ കൊലക്കേസിൽ കിടക്കണേ. എനിക്ക് പിന്നെ ഒരുപാട് കേസുണ്ട്. ഞാൻ കൊണ്ടുപോയി 150 ആൾക്കാരായിട്ട് ഡെയിലി കോൺടാക്ട് ഉള്ളതാണ്. ഫോൺ വിളി മാത്രമല്ല, ഫേസ്ബുക്കിലും മെസഞ്ചറിലും സ്ഥിരം ബന്ധപ്പെടാറുണ്ടെന്നും കഴിഞ്ഞ ദിവസത്തെ ചാറ്റുകൾ തെളിവാക്കി സാക്ഷ്യപ്പെടുത്തി. 2004-ൽ ഇടുക്കി അടിമാലിയിലെ വാളറ വെള്ളച്ചാട്ടത്തിൽ വീട്ടമ്മയെ കഴുത്തറുത്ത് കൊന്ന കേസിലാണ് ഇവരുടെ ഭർത്താവ് മുഹമ്മദ് ഫൈസൽ ശിക്ഷിക്കപ്പെട്ടത്. പുറത്തിറങ്ങുന്ന തടവുകാരുടെ കയ്യിൽ ലഹരി മരുന്ന് കൊടുത്തുവിടാൻ